നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകെ പ്രശ്ന സാറേ. എന്താ സ്വാമി, എന്താ ഇനി പുതിയ പ്രശ്നം? ഈ വിശാല എന്ത് ഭാവിച്ച ആദ്യം സാറിന്റെ പണം തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ഇപ്പതാ ഒരുത്തനെ കയറി തല്ലി ശരിയാക്കിയിരിക്കുന്നു. വേറെ ആരെയല്ല, ശരത്തിന്. വിശാൽ എന്ത് ചെയ്താ എനിക്കെന്താ? അവൻ എങ്ങനെ നശിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. തല്ലിയിരിക്കുന്ന ശരത്തിന് കൂടായി ഇരുട്ടുണ്ടായിരുന്നു. ശരത്തിനെ അറിയാലോ, ഇവനെയൊക്കെ വിറ്റ കാശുണ്ട് അവൻ്റെ കയ്യിൽ. ഞാൻ കരുതിയത് ശരത്ത് ഇന്ന് തന്നെ തിരിച്ചടിക്കുന്ന അതിനുള്ള സെറ്റപ്പ് അവനുണ്ട്. പകരം അവനെ പരാതി കൊടുക്കുകയും ചെയ്തത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പേടിക്കേണ്ടത്. നമ്മളെന്തിനാ പേടിക്കുന്നത്? വിശാലമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ലല്ലോ. സാറിന് ബന്ധമൊന്നുമില്ല, പക്ഷെ ബന്ധമുള്ളവർ വേറെ ഉണ്ടല്ലോ. നിരഞ്ജൻ സാറ് വിശാലിന്റെ സുഹൃത്തല്ലേ? ഇപ്പോഴാണെങ്കിൽ കൂട്ട് കച്ചവടമാ രണ്ടുപേരും ചേർന്നു. അന്വേഷണം കറങ്ങിത്തിരിഞ്ഞ് ഈ വീട്ടിൽ വന്ന് ചേരാൻ വേറെ എന്തെങ്കിലും കാരണം വേണം. നിരഞ്ജൻ സാറ് തല്ലുകേസിലെ പ്രതിയാവുമെന്ന ഇപ്പൻ്റെ പേടി. ആയ നാണക്കേട് സാറിന്. ഞാൻ എന്ത് ചെയ്യാനാ സ്വാമി? വിശാലുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് ഞാൻ പലതവണ അവനോട് പറഞ്ഞതാ. അവർ കേൾക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണ്. അനുഭവം വരുമ്പോൾ പഠിക്കും. അല്ലാതെ ഇതിനൊക്കെ വേറെന്താ സ്വാമി പരിഹാരം? വേറെ ഒന്നുമല്ല സാറേ. നിരഞ്ജൻ സാറിനെ പോലീസ് എങ്ങാനും അറസ്റ്റ് ചെയ്ത അതിൻ്റെ നാണക്കേട് സാറിനും കൂടിയല്ലേ? അതിലാണ് എനിക്ക് വിഷമം. എൻ്റെ കാലമൊക്കെ കഴിയാറായില്ലേ സ്വാമി? അതുകൊണ്ടിപ്പോ നാണക്കേടിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അവർക്കാർക്കും അപകടമൊന്നും പറ്റരുത്, അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അപകടം വരും. ഇങ്ങനെ പോയ അപകടം വന്നിരിക്കും. അല്ല, സാറ് നിസ്സഹായന. പറയേണ്ടതൊക്കെ സാറ് സമയത്ത് പറയുന്നുണ്ട്. കേൾക്കാത്ത സാറിൻ്റെ കുറ്റാണോ? അല്ല, വരുന്നത് അനുഭവിക്കട്ടെ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓ, ആശുപത്രിയിലേക്കായിരിക്കും അല്ലേ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാൻ എവിടെ പോയ നിനക്കെന്താ? നിങ്ങളെ പോലുള്ളവരാ ശരത്തിനെ പോലുള്ള ക്രിമിനൽസിന്റെ ബലം. എന്ത് ചെയ്താലും കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന് വന്നാ ആരമ്മ വഷളാവാത്ത? അവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ലെങ്കിലോ? പിന്നെന്തിനാ അവന് തല്ലി കിട്ടിയത്? അത് നീ കാരണം. നിന്റെ ആ വക്കീലില്ലേ, അവൻ കാരണം. ഓ, എല്ലാം എനിക്കറിയാടി. എന്തിനാ നീയൊക്കെ ശ്രമിക്കുന്നേന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ രക്ഷിക്കാനാമേ. അത് മനസ്സിലാവാതെ പോകുന്ന എന്റെ കുറ്റം കൊണ്ടെന്നല്ല. കുറ്റം എന്റെ തന്നെയാ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിന്നെ അടിച്ചിറക്കണമായിരുന്നു ഞാൻ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നീ വീട് എന്റെ പേരിൽ തന്നെ ഇരുന്നേനെ. വീടൊക്കെ ഞാൻ തിരിച്ചെഴുതി തരാം, ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ ശരത്ത്, അവൻ ഇവിടുന്ന് പോണം. അവന്റെ ഭീഷണി ഇല്ലാതായി എന്ന് അറിയുന്ന നിമിഷം വീട് അമ്മയുടെ പേരിൽ ഞാൻ തിരിച്ചെഴുതി തരും. അവൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അവനെ നിത്യ കല്യാണം കഴിക്കാൻ പോവാ. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. മനോഹരേട്ടൻ ഒന്ന് എണീറ്റോട്ടെ. എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇന്ന് ശരത്തുമായിട്ടുള്ള അടുപ്പം അവസാനിപ്പിക്കുന്നു, അന്നേ അമ്മ നന്നാവൂ. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. മനസ്സിലാവാത്തത് എന്റെ തെറ്റല്ല. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. ഞാനത് സഹിച്ചു പോരെ. എന്നോട് ദേഷ്യപ്പെടാനൊന്നും വേണ്ട. പോകുന്ന വഴി കുറച്ച് പൊടിയരിക്കഞ്ഞിയും കൂടെ എടുത്തോ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. തല്ലിയവര് നല്ല വൃത്തിയായിട്ട് തല്ലിയിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ചവിട്ടി കുഴച്ചെന്നൊക്കെ കേട്ടത്. ഭക്ഷണമൊന്നും ഇപ്പോ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സമയത്ത് കഞ്ഞി തന്നെയാ നല്ലത്. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തല്ലോ. ഇനി കൂടുതൽ അഭിപ്രായമൊന്നും നീ പറയണ്ട. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. പോലീസിൽ പരാതി കൊടുക്കാനാ തീരുമാനം. ചെയ്തവരും ചെയ്യിച്ചവരും ഒക്കെ കുടുങ്ങും.
എന്തിനായിട്ടാ വിളിച്ചേ? ആ, നിന്റെ മോന് കുക്കിംഗ് ഒക്കെ അറിയാവോ? ആ, അറിയാവല്ലോ. ഒരു ദിവസം അവനോടൊന്ന് പാചകം ചെയ്തല്ലേ അല്ലേ? ആ, അതേതായാലും നന്നായി. ഇനി ജയിലിൽ കിടന്നാലും പണിയാവുമല്ലോ. ജയിലോ? അതെ, ജയില് തന്നെ. നിന്റെ മോനെ അകത്താകാൻ പോവല്ലേ? കൂടെ വേറൊരു കള്ളനും കൂടെ കാണും. ഓ, ഈ സ്വാമി കൊണ്ടുവന്ന വിവരമായിരിക്കും. ആരും അങ്ങോട്ട് അധികം അഹങ്കരിക്കൊന്നും വേണ്ട. കൂട്ടുപ്രതി ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളം പറ എല്ലാവരോടും. കൂട്ടുപ്രതിയോ? എന്തിന്? ആര്? ഗൂഢാലോചന നടത്തിയതിന്. എന്തായാലും നല്ലൊരുത്തനുമായിട്ടാണല്ലോ കൂട്ടുകൂടിയത്. അവൻ നിരഞ്ജനെ എടുത്തേണ്ട അടുത്ത് കൃത്യമായി എത്തിച്ചോളൂ. സാർ അമ്മയെ പറഞ്ഞല്ലേ വിശാലായിട്ടുള്ള കൂട്ട് വേണ്ടാന്ന്? കേട്ടില്ലല്ലോ, അനുഭവിച്ചോ? എനിക്കൊരു പേടിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരെ മാത്രമാണല്ലോ പിടിക്കുന്നത്. ആ ക്ലിനിക്കിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തപ്പോ അറസ്റ്റ് ചെയ്യാൻ പോയതല്ലേ പോലീസ്? ആ പരുന്തെന്ന് പറയുന്നവൻ കൃത്യമായിട്ട് കുറ്റമേറ്റതുകൊണ്ടല്ലേ അവസാന നിമിഷം രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിലോ? അതുകൊണ്ട് ക്രൈം ചെയ്തോ ഇല്ലയെന്നൊന്നും പോലീസിന് അറിയണ്ട. തൂക്കാൻ അവര് തീരുമാനിച്ച തൂക്കിയിരിക്കും സാറേ. തല്ലുകൊണ്ടിരിക്കുന്ന ശരത്തിനാ. ശരത്തിന്റെ മൊഴി പോലെ ഇരിക്കും നിരഞ്ജന്റെ മുന്നോട്ടുള്ള ഭാവി. എനിക്കൊന്നേ പറയാനുള്ളൂ, വിശാല് അവനെ ഒഴിവാക്കണം. അല്ലെങ്കിൽ നിരഞ്ജൻ ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൽ മുങ്ങിച്ചാവും. ഇത് ഇത്തിരി പ്രശ്നം പിടിച്ച കേസാണ് സാർ. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. സ്വാമി വാ. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ ശരത്ത് മൊഴി കൊടുത്താലോ? അല്ലെങ്കിൽ അവനെ കൊണ്ട് ആരെങ്കിലും മൊഴി കൊടുപ്പിച്ചാലോ? തങ്കച്ചി അങ്ങനെ ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തെങ്കിലും മുൻകരുതൽ എടുക്കണം. ആദ്യം കേസ് വരുന്നുണ്ടോന്ന് നോക്കാം, എന്നിട്ടല്ലേ മുൻകരുതല്. എന്തു വന്നാലും ഞാൻ നേരിട്ടോളാം. എനിക്ക് പേടിയൊന്നുമില്ല.